ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് authentication and scaffolding ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ലാറാവൽ പ്രൊജക്റ്റിലോട്ട് ബൂട്ട്സ്ട്രാപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതുപോലെ തന്നെ authenticationമാണ് നോക്കാൻ പോകുന്നത്. അതായത് നോർമലി നമ്മളിപ്പോൾ ഒരു കോർ PHP വെച്ച് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ authentication അതായത് രജിസ്റ്ററും ലോഗിനും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാനുവലി എഴുതേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ലാറാവലിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം Node.js ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അതിന് ബ്രൗസറിൽ ഗൂഗിളിനകത്ത് Node.js ഡൗൺലോഡ് എന്ന് കൊടുത്താൽ മതി. ആദ്യം കാണുന്ന ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇത് നിങ്ങളുടെ വേർഷൻ ഏതാണോ അതിനനുസരിച്ചിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഈസിയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. നെക്സ്റ്റ് കൊടുത്തു പോയാൽ മതി, ഓട്ടോമാറ്റിക്കലി അത് ഇൻസ്റ്റാൾ ആയിക്കോളും. അതിനുശേഷം നമ്മുടെ CMD എടുക്കുക. അതിനകത്ത് കമ്പോസർ റിക്വയർ ലാറാവൽ UI എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുക. /UI ഇത് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, UI ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്ത കമാൻഡ് കൊടുക്കേണ്ടത് PHP ആർട്ടിസൻ UI ബൂട്ട്സ്ട്രാപ്പ് Auth എന്നാണ്. --Auth. ഓക്കെ, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അത് കാണിക്കുന്നത്. ഇനി ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പ് Auth ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോ npm ഇൻസ്റ്റാൾ ആണ് കൊടുക്കേണ്ടത്. ഇതും ഇൻസ്റ്റാൾ ആയി വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇനി npm run build എന്നുള്ള കമാൻഡ് കൊടുക്കാം. ഓക്കെ, npm run build കൊടുത്തു, അതും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ല, ഇവിടെ രജിസ്റ്ററും ലോഗിനും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കാം. APC കൊടുത്ത്
bc@gmail.com എന്ന് കൊടുത്തു. പാസ്വേഡ് കണ്ടില്ലേ, രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ലോഗിൻ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ആ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒതന്റിക്കേഷൻ നമ്മൾ ലാറാവലിൽ ചെയ്യുന്നത്. സെയിം ടാബിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡാറ്റാബേസിൽ കാണാൻ പറ്റും. യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടാബ് കണ്ടില്ലേ, ഇതാ ഇവിടെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.